അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരുപാട് വിഷയങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ചർച്ച ചെയ്യുന്നത്. പ്രധാനമായും ഈ സമയത്ത് ഒരുപാട് പേര് അറിയാൻ ആഗ്രഹിക്കുന്ന മുഹറം 9, 10 ദിനങ്ങളിലെ നോമ്പും ഇവയുടെ നിയത്തും ഏതൊക്കെ ദിനങ്ങളിലാണ് ഈ നോമ്പുകൾ അനുഷ്ഠിക്കേണ്ടത് എന്നുള്ളതും, അതേപോലെ മുഹറം 11 നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റുമോ, മുഹറം 10 മാത്രമായി നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റുമോ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാവാം. ഈ സംശയങ്ങളൊക്കെ ദൂരീകരിക്കും വിധം ഏറ്റവും ലളിതമായ ഒരു അവതരണമായിരിക്കും ഇത്. ഇനി ഇത് മാത്രമല്ല, ഒരുപാട് പേരുടെ സംശയമാണ് നേർച്ചയാക്കിയ നോമ്പുണ്ടായിരുന്നു, എന്ത് ചെയ്യാൻ പറ്റും? അതല്ല എങ്കിൽ നോമ്പ് ഖളാ ഉള്ളവരാണ്, എന്ത് ചെയ്യാൻ പറ്റും? സുന്നത്തായ നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റുമോ? സുന്നത്തായ നോമ്പ് അനുഷ്ഠിക്കാൻ ഫറളായ നോമ്പുകളോടൊപ്പം നമുക്ക് സാധിക്കുമോ? അങ്ങനെ തുടങ്ങിയ ഒരുപാട് സംശയങ്ങളുണ്ടാവാം. ഇനി ഇതുമാത്രമല്ല, നോമ്പ് നോൽക്കണമെന്ന് ആഗ്രഹിച്ചു, പക്ഷേ നീയത്ത് മറന്നുപോയി, എങ്കിലെന്താണ് പരിഹാരം എന്ന് സംശയിക്കുന്നവരുണ്ടാകാം. ഈ സംശയങ്ങളൊക്കെ ദൂരീകരിക്കും വിധം ഏറ്റവും ലളിതമായ ഒരവതരണമാണ് ഇതിലൂടെ ആഗ്രഹിക്കുന്നത്. നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, വ അഫ്ളലു ഷുഹൂരി ലഹു ബഅദ റമളാന, അതായത് റമളാനിന് ശേഷം നോമ്പനുഷ്ഠിക്കാൻ ജനറലി ഏറെ ശ്രേഷ്ഠതയുള്ള മാസം അൽ മുഹറമു, അത് മുഹറം മാസമാണ്. അപ്പോൾ നമുക്കറിയാം, നോമ്പ് നോൽക്കാൻ കഴിവുള്ള, നോമ്പ് നോൽക്കേണ്ട ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ റമളാനിൽ നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് ബന്ധമുള്ള കാര്യമാണ്. ആ റമളാനിന് ശേഷം നോമ്പനുഷ്ഠിക്കാൻ ഏറെ ശ്രേഷ്ഠതയുള്ള ഒരു മാസം അത് മുഹറം മാസമാണ്. റമളാൻ അല്ലാത്ത സമയങ്ങളിൽ നോമ്പ് വിലക്കപ്പെട്ട ദിനങ്ങളിലൊഴികെ മറ്റു ദിനങ്ങളിലൊക്കെ നമുക്ക് നോമ്പനുഷ്ഠിക്കാം. എന്നിരുന്നാലും ജനറലി പറയുകയാണെങ്കിൽ ഈ നോമ്പനുഷ്ഠിക്കാൻ തന്നെ ഏറെ ശ്രേഷ്ഠതയുള്ളത് അത് മുഹറം മാസമാണ്. ഇനി അത് മാത്രമല്ല, ചില ദിനങ്ങൾ വയുസന്നു, നോമ്പ് സുന്നത്താക്കപ്പെടും, മുതഅക്കദൻ, ശക്തമായ നിലക്ക് നോമ്പ് സുന്നത്താക്കപ്പെടും. അതായത് ചില ദിവസങ്ങളിൽ ശക്തമായ നിലക്ക് നോമ്പ് സുന്നത്താക്കപ്പെടുമെന്ന് ഫിഖഹിൻ്റെ കിതാബുകളിൽ പരിചയപ്പെടുത്തിയിട്ട് അവിടെ എണ്ണുന്ന ഒരു ദിനമാണ് സൗമു യൗമി അറഫ. അതായത് അറഫ ദിനം നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് ശക്തമായ സുന്നത്താണ്. അറഫ ദിനം ദുൽഹിജ്ജ 9 ഈ കഴിഞ്ഞ ദുൽഹിജ്ജ 9 അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇനി അതുമാത്രമല്ല, ആഷുറായിൻ്റെ ദിനവും നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് ശക്തമായ സുന്നത്താണ്. ആഷുറായിൻ്റെ ദിനം എന്ന് വെച്ചാൽ മുഹറം 10 ദിവസമാണ്. ഈ ദിനം എപ്പോഴാണ് കടന്നു വരുന്നത് എന്നതാണ് അടുത്തതായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതായത് മലയാളികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മുഹറം 9, 10 വരുന്നത് വ്യാഴം, വെള്ളി ഈ 2 ദിനങ്ങളിലാണ്. അതായത് 2026 നമ്മൾ ഈ സംസാരിക്കുന്ന ഈ വർഷത്തെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യുന്നത്. ഈ വ്യാഴം, വെള്ളി, വ്യാഴം മുഹറം 9, വെള്ളി മുഹറം 10 നമ്മെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ മനസ്സിലാക്കാം, പല ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ബുധൻ മുഹറം 9 വ്യാഴം മുഹറം 10 ആ വിഷയങ്ങൾ കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. ഏതിരുന്നാലും നമ്മെ സംബന്ധിച്ചിടത്തോളം മുഹറം 10 വരുന്നത് വെള്ളിയാഴ്ചയാണ്. ഈ വെള്ളിയാഴ്ച മുഹറം 10 നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് ശക്തമായ സുന്നത്തുള്ള ഒരു കാര്യമാണ്. ഇനി അത് മാത്രമല്ല, താസുആയിൻ്റെ ദിനവും നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് ശക്തമായ സുന്നത്തുള്ള ഒരു കാര്യമാണ്. താസുആയിൻ്റെ ദിനം എന്ന് വെച്ചാൽ മുഹറം 9 ദിനം. ഇനി ഒരാളുടെ സംശയം, മുഹറം 10 നോമ്പനുഷ്ഠിക്കുന്ന ഒരു വ്യക്തി മുഹറം 9 നോമ്പനുഷ്ഠിക്കുന്നില്ല, മുഹറം 10 മാത്രമായി നോമ്പനുഷ്ഠിക്കാൻ പറ്റുമോ? അങ്ങനെ നോമ്പനുഷ്ഠിക്കാം. എന്നിരുന്നാലും മാക്സിമം മുഹറം 9, 10 ഈ 2 ദിനങ്ങൾ കൂടി നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇതുമായി ബന്ധപ്പെട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ നമ്മോട് പഠിപ്പിച്ചു തന്ന ഒരു കാര്യം നമുക്ക് അറിയുന്നുണ്ടാകും. അതായത് അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മുഹറം 9 കൂടി ഞാൻ നോമ്പനുഷ്ഠിക്കുമെന്നാണ് മുത്തുനബി തങ്ങൾ പറഞ്ഞത്. മുത്തുനബി തങ്ങളുടെ ആ വാക്ക് തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്നാണ് പറഞ്ഞത്. പക്ഷെ ആ വർഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തിൽ നിന്ന് വിടവാങ്ങിയിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്ത വർഷം ജീവിച്ചിരുന്നില്ല. എന്നിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ സമയം മുതൽ ലോകവിശ്വാസി സമൂഹം മുഹറം 9 കൂടി നോമ്പനുഷ്ഠിച്ചു പോരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, മുഹറം 9, 10 2 ദിനങ്ങൾ നോമ്പനുഷ്ഠിക്കാൻ പറ്റുന്ന ആളുകൾ 2 ദിനവും നോമ്പനുഷ്ഠിക്കുക. ഇനി ഒരാൾക്ക് മുഹറം 9 പറ്റുന്നില്ല, 10 മാത്രമായിട്ടാണ് ഒരാൾ നോമ്പനുഷ്ഠിക്കുന്നത് എങ്കിൽ 10 മാത്രമായിട്ടും നോമ്പനുഷ്ഠിക്കാം. ഇനി ഇത് മാത്രമല്ല, ഫിഖഹിൻ്റെ കിതാബിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും, മുഹറം 11 കൂടി നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് സുന്നത്താണ്. മുഹറം 11 കൂടി നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് സുന്നത്താണ്. അപ്പോൾ ഒരാൾ മുഹറം 9 നോമ്പനുഷ്ഠിച്ചിട്ടില്ല, അവർക്ക് മുഹറം 10, 11 നോമ്പനുഷ്ഠിക്കാം. ഇനി അതല്ല, ഒരാൾ 9 നോമ്പനുഷ്ഠിച്ചിട്ടില്ല, 11 നോമ്പനുഷ്ഠിച്ചിട്ടില്ല, 10 മാത്രം നോമ്പനുഷ്ഠിക്കുകയാണ്, അങ്ങനെ നോമ്പനുഷ്ഠിക്കുക. ഇനി ഒരാൾ 9 നോക്കി 10 നോക്കി 11 കൂടി
ഒരു വ്യക്തി നോക്കുകയാണെങ്കിൽ അങ്ങനെയും നോക്കാം. ആവശ്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. പക്ഷെ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് മുഹറം 9-നും 10-നും പറ്റുമെങ്കിൽ ഈ 2 ദിനങ്ങളിൽ നോക്കാം. ചില ആളുകൾ മുഹറം 1 മുതൽ 10 വരെ തുടർച്ചയായിട്ട് 10 ദിനങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നുണ്ടാവാം. അങ്ങനെയും നോക്കാവുന്നതാണ്. ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കാം. നമുക്ക് പറ്റുമെങ്കിൽ അറ്റ്ലീസ്റ്റ് മുഹറം 9-നും 10-നും നോക്കാം. ഇനി തീരെ പറ്റിയിട്ടില്ലെങ്കിൽ മുഹറം 10-നെങ്കിലും നമ്മൾ നോമ്പനുഷ്ഠിക്കുക. നമ്മുടെ ഒരുപാട് ദോഷങ്ങൾ പൊറുക്കപ്പെടാനൊക്കെ ഈ നോമ്പുകൾ കാരണമായി മാറുകയും ചെയ്യും. ആവശ്യം കൂടി ശ്രദ്ധിക്കാം. ഇനി അടുത്തതായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ നോമ്പിലേക്ക് നിയത്ത് കരുതേണ്ടതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കാം, ഒരാൾ മുഹറം 10-ന് നോമ്പ് അനുഷ്ഠിക്കുകയാണെങ്കിൽ നാളത്തെ ആഷുറായിൻ്റെ സുന്നത്ത് നോമ്പ് അള്ളാഹു തആലക്ക് വേണ്ടി നോറ്റിയിടുവാൻ ഞാൻ കരുതി, അല്ലെങ്കിൽ നാളത്തെ മുഹറം 10-ന്റെ സുന്നത്ത് നോമ്പ് അള്ളാഹു തആലക്ക് വേണ്ടി നോറ്റിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് അനുഷ്ഠിച്ച് നോമ്പ് അനുഷ്ഠിക്കാം. ഇനി മുഹറം 9-ന് നോമ്പ് അനുഷ്ഠിക്കുകയാണെങ്കിൽ നാളത്തെ താസുആയിൻ്റെ സുന്നത്ത് നോമ്പ് അള്ളാഹു തആലക്ക് വേണ്ടി നോറ്റിയിടുവാൻ ഞാൻ കരുതി, അതല്ലെങ്കിൽ നാളത്തെ മുഹറം 9-ന്റെ സുന്നത്ത് നോമ്പ് അള്ളാഹു തആലക്ക് വേണ്ടി നോറ്റിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് കരുതിയിട്ട് അവനക്ക് നോമ്പ് അനുഷ്ഠിക്കാവുന്നതാണ്. ആവശ്യം മനസ്സിലാക്കാം. ഇനി സുന്നത്തായ നോമ്പുകൾ നിയത്ത് ഒരാൾ രാത്രിയിൽ വെക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവനിക്ക് പകൽ സമയത്ത് ഉച്ചയ്ക്ക് മുമ്പായിട്ടും നിയത്ത് കരുതാം. അപ്പോൾ സ്വാഭാവികമായിട്ടും പകൽ സമയത്താണ് കരുതെങ്കിൽ ഇന്നത്തെ ആഷുറായിൻ്റെ സുന്നത്ത് നോമ്പ് അള്ളാഹു തആലക്ക് വേണ്ടി നോറ്റിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിലായിരിക്കും നിയത്ത് കരുതുക. ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു വിഷയമുണ്ട്. പകൽ സമയത്താണ് സുന്നത്തായ നോമ്പുകളുടെ നിയത്ത് കരുതെങ്കിലും സുബഹിക്ക് ശേഷം നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് അവൻ സൂക്ഷിച്ചിരിക്കണം. എന്നതല്ല, സുബഹി ബാങ്കിന് ഒരൽപ്പം മുമ്പാണ് നിയത്ത് കരുതെങ്കിലും ആ നിയത്തിൽ നാളെ എന്ന് തന്നെയാണ് കരുതേണ്ടത്. ആവശ്യം ശ്രദ്ധിക്കുക. ഫർളായ നോമ്പുകളുടെ നിയത്ത് രാത്രി തന്നെ സംഭവിച്ചിരിക്കണം. അപ്പോൾ സുബഹിക്ക് ഒരൽപ്പം മുമ്പെങ്കിലും ആ നിയത്ത് സംഭവിച്ചിരിക്കണം. ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നോമ്പ് ഖളാ ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് എപ്പോഴും നോമ്പ് ഖളാ ഉള്ളവർ മാക്സിമം ആ നോമ്പ് ഖളാ വീട്ടി തീർക്കാനാണ് ശ്രമിക്കേണ്ടത്. എത്രയും പെട്ടെന്ന് ഖളാ വീട്ടാൻ പറ്റുന്നോ അത്രയും പെട്ടെന്ന് അവർ നോമ്പ് ഖളാ വീട്ടി തീർക്കാനാണ് ശ്രമിക്കേണ്ടത്. അങ്ങനെ ഒരാൾക്ക് നോമ്പ് ഖളാ വീട്ടി തീർക്കാൻ മുമ്പത്തെ ദിവസങ്ങളിലൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ മുഹറം 9-ഉം 10-ഉം എത്തി, അവർക്ക് നോമ്പ് ഖളാ ഉണ്ട് എങ്കിൽ ആ ദിനങ്ങളിൽ അവർ നോമ്പ് ഖളാ വീട്ടുകയാണ് എങ്കിൽ അവർക്ക് നോമ്പ് ഖളാ വീട്ടാം. അങ്ങനെ ഖളാ വീട്ടുന്നതോടൊപ്പം സുന്നത്തായ നോമ്പിനെ കൂടി കരുതാൻ അവർ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് അതും ചെയ്യാം. അപ്പോൾ ഫർളായ നോമ്പ് ഖളാ വിടുകയും ചെയ്യും, സുന്നത്തായ നോമ്പിൻ്റെ ഫലം ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ആവശ്യം മനസ്സിലാക്കാം. ഫിഖിൻ്റെ കിതാബുകളിലൊക്കെ ഈ വിഷയം കൃത്യമായിട്ട് മഹത്തുക്കൾ നമ്മോട് പഠിപ്പിച്ചു തന്ന കാര്യമാണ്. അത് തന്നെയാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഒരാൾക്ക് റമദാൻ മാസം നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ റമദാൻ മാസം ഖളാ ആയ ഫർളാക്കപ്പെട്ട നോമ്പ് നാളത്തെ ആഷുറായിൻ്റെ അല്ലെങ്കിൽ നാളത്തെ മുഹറം 10-ന്റെ സുന്നത്ത് നോമ്പോടെ കൂടെ അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് നോമ്പനുഷ്ഠിച്ചാൽ അവൻ്റെ ഫർളായ നോമ്പ് ഖളാ വിടുകയും ചെയ്യും, സുന്നത്തായ നോമ്പിൻ്റെ ഫലം അവനിക്ക് ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ആവശ്യം മനസ്സിലാക്കാം. ഇനി നോമ്പ് നേർച്ചയാക്കി ഒരാൾ നോമ്പ് നേർച്ചയാക്കിയാൽ ആ നേർച്ചയാക്കപ്പെട്ടത് മൂലം ഫർളാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു സുന്നത്തായ പ്രവർത്തനത്തെ നിർബന്ധമാക്കി മാറ്റുകയും കൂടിയാണ് നേർച്ചയാക്കുന്നതിലൂടെ ചെയ്യുന്നത്. ആവശ്യം മനസ്സിലാക്കുക. അപ്പോൾ ഒരാൾ നോമ്പ് നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ നേർച്ചയാക്കപ്പെട്ടത് മൂലം ഫർളാക്കപ്പെട്ട നോമ്പ് നാളെ അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് അവനക്ക് നോമ്പ് അനുഷ്ഠിക്കാവുന്നതാണ്. ആവശ്യം മനസ്സിലാക്കാം. അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് നോമ്പ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്. അത് എസ്പെഷ്യലി ഫർളായ നോമ്പ് റമദാൻ മാസങ്ങളൊക്കെ നമുക്ക് നോമ്പ് ബാക്കിയുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഖളാ വീട്ടി തീർക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അങ്ങനെ റമദാനിലെ നോമ്പൊന്നും മറ്റു ദിവസങ്ങളൊന്നും ഖളാ വീട്ടിയിട്ടില്ല എങ്കിൽ ഈ പ്രത്യേകമായ ദിനങ്ങൾ വരുന്ന ദിവസങ്ങളെങ്കിലും നമ്മൾ ഉപയോഗപ്പെടുത്തി ഖളാ വീട്ടി തീർക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതിന് മുഹറം 9-നും 10-നും ചൊല്ലേണ്ട ദിക്റുകളും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമ്മൾ നല്ല രൂപത്തിൽ കൃത്യമായി ഒരു വീഡിയോയിലൂടെ അടുത്ത ക്ലാസ്സിലൂടെ അവതരിപ്പിക്കും. ഇനി അതല്ല നിങ്ങൾക്ക് തന്നെ മാക്സിമം ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിച്ചും അതേപോലെ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലിയൊക്കെ ഈ ദിനങ്ങളെ നല്ല രൂപത്തിൽ കൊണ്ടാടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഏറ്റവും ലളിതമായി ഇസ്ലാമിക വിവരങ്ങൾ നമുക്കറിയേണ്ട ഓരോ കാര്യങ്ങളും യൂട്യൂബിലുള്ളതുപോലെയല്ല, ഇതിനപ്പുറത്ത് കൃത്യമായി ഓരോ കാര്യങ്ങളും എഴുതി കാണിച്ചുകൊണ്ട് സ്ക്രീനിലൂടെ പ്രസൻറ്റ് ചെയ്ത് ക്ലാസ് നോട്ട്സുകളൊക്കെ തരുന്ന രൂപത്തിൽ നിസ്കാരം, വുളു, കുളി, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്, ഉംറ അങ്ങനെ തുടങ്ങിയ എല്ലാ വിഷയങ്ങളും ലളിതമായി പഠിക്കാൻ പറ്റുന്ന രൂപത്തിൽ നാഫി അക്കാഡമിയിൽ കോഴ്സുകൾ ലഭ്യമാണ്. അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ നാഫി academy.com എന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റ് സബ്സ്ക്രിപ്ഷൻ എടുക്കാവുന്നതാണ്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളൊക്കെ നല്ല രൂപത്തിൽ പറയാനും കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളുടെയൊക്കെ ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.